വളരെ കഴിഞ്ഞ ദിവസം ഞാൻ ഫോർമുല കുറച്ച് പഠിപ്പിച്ചിരുന്നു. വീണ്ടും ഞാൻ അന്നോടെ ആ ക്ലാസ് തന്നെ ഇട്ട് തന്നു. നിങ്ങളത് പഠിച്ചെത്താൻ വേണ്ടിയിട്ടാണ്. എന്നാലും ആദ്യം മുതൽ ഒന്നോടെ ഫോർമുല ഞാൻ വായിക്കുകയാണ്. അപ്പം നിങ്ങളും വായിക്കണം. എന്നിട്ട് 1-2 ഫോർമുലയും കൂടി ഇന്ന് കൂടുതൽ പഠിപ്പിക്കും. d/dx ഓഫ് fx gx ആണെങ്കിൽ ഇൻ്റഗ്രൽ gx dx fx gx ഈസ് കോൾഡ് ഇൻ്റഗ്രാൻഡ്. ഇൻ്റഗ്രൽ f dash dx fx പ്ലസ് c. d/dx ഓഫ് fx f dash x എന്നും പറയാം. അപ്പോൾ ഇൻ്റഗ്രൽ f dash x dx fx എന്ന് വരുമല്ലോ, അതാണ് എഴുതിയേക്കുന്നത്. ഇൻ്റഗ്രൽ f dash x dx fx പ്ലസ് c. c കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രേഷനകത്തൊരു c വേണം. കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇനി ഈ സെറ്റ് ഫോർമുല ഡിഫറൻഷ്യലും ഇൻ്റഗ്രലും കൂടി പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട്, അതായത് ഡിഫറൻസിയേഷൻ്റെ ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രേഷൻ്റെ ആൻസർ. ഇവിടെ ക്വസ്റ്റ്യനായിട്ട് എക്സ് കിടക്കുന്നു ഡിഫറൻസിയേഷനിൽ, ഇൻ്റഗ്രേഷനിൽ അത് ആൻസറായിട്ട് എക്സ് കിടക്കുന്നു. ഇവിടെ ലോഗ് എക്സ് ഡിഫറൻസിയേഷൻ്റെ ക്വസ്റ്റ്യനായിട്ട് കിടക്കുന്നു, ഇൻ്റഗ്രേഷനിൽ അത് ആൻസറായിട്ട് കിടക്കുന്നു. അങ്ങനെ ഈ കോളത്തിലുള്ള എല്ലാ ഫോർമുലയും d/dx ഓഫ് x 1 ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇൻ്റഗ്രൽ 1 dx ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് സി. ഇത് ഇൻ്റഗ്രൽ dx ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് സി എന്നും പറയാം. d/dx ലോഗ് എക്സ് എന്താണ്? 1/x. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ 1/x dx ലോഗ് മോഡ് എക്സ് പ്ലസ് സി എന്ന് പറയാം. മോഡുലസ് ഇട്ടത് ലോഗ് മോഡുലസ് പോസിറ്റീവ് സംഖ്യയ്ക്ക് മാത്രമേ എടുക്കുകയുള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. d/dx ഓഫ് e raised to x ആണല്ലോ. അപ്പോൾ ഇൻ്റഗ്രൽ e raised to x dx എന്താണ്? e raised to x പ്ലസ് സി. d/dx ഓഫ് sin x cos x ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ cos x dx sin x പ്ലസ് സി. d/dx ഓഫ് cos x മൈനസ് sin x ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ sin x dx മൈനസ് cos x പ്ലസ് സി. ഇവിടെ sin x-ൻ്റെ ആ മൈനസ് എടുത്തില്ല നമ്മൾ ഇവിടെ എഴുതിയപ്പോൾ. അപ്പോൾ നമ്മളത് ആൻസറിലേക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇൻ്റഗ്രൽ sin x dx മൈനസ് cos x പ്ലസ് സി. ഇനിയുള്ള ഫോർമുലകളെല്ലാം ഇതേപോലത്തെ തന്നെ, ഡിഫറൻസിയേഷൻ്റെ ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രേഷൻ്റെ ആൻസർ, ആ രീതിയിൽ തന്നെ ഉള്ളതാണ് ഈ 4 d/dx ഓഫ് tan x എന്താണ്? c സ്ക്വയർ എക്സ്. അപ്പോൾ ഇൻ്റഗ്രൽ c സ്ക്വയർ എക്സ് dx എന്താണ്? tan x പ്ലസ് c. d/dx ഓഫ് cot x എന്താണ്? മൈനസ് cosec സ്ക്വയർ എക്സ്. അപ്പോൾ ഇൻ്റഗ്രൽ cosec സ്ക്വയർ എക്സ് dx എന്താണ്? മൈനസ് cot x പ്ലസ് c. d/dx ഓഫ് sec x എന്താണ്? sec x tan x. അപ്പോൾ ഇൻ്റഗ്രൽ sec x tan x dx എന്താണ്? sec x പ്ലസ് c. d/dx ഓഫ് cosec x എന്താണ്? മൈനസ് cosec x cot x. അപ്പോൾ ഇൻ്റഗ്രൽ cosec x cot x dx എന്താണ്? മൈനസ് cosec x പ്ലസ് c. ഇവിടെ മൈനസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഇത് ക്വസ്റ്റ്യനായിട്ട് എടുത്തപ്പോൾ മൈനസ് എടുത്തില്ല. അപ്പോൾ ഈ മൈനസ് ഈ ആൻസറിലേക്ക് കയറ്റി, മൈനസ് cosec x പ്ലസ് c. ഇനിയുള്ളത് അതുപോലത്തെ അല്ല, x raised to n-ൻ്റെ ഡിഫറൻഷ്യലും ഒപ്പം തന്നെ ഇൻ്റഗ്രലും. d/dx ഓഫ് x raised to n ഇൻറ്റു x raised to n മൈനസ് 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇൻ്റഗ്രൽ x raised to n dx x raised to n പ്ലസ് 1/n പ്ലസ് 1 പ്ലസ് c. പവർ കൂടുകയാണ്, കൂടിയ പവർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. d/dx ഓഫ് a raised to x ഇൻറ്റു log a. പക്ഷേ ഇൻ്റഗ്രൽ a raised to x dx a raised to x ബൈ log a പ്ലസ് c. ഇൻ്റഗ്രൽ k fx dx k ഇൻറ്റു ഇൻ്റഗ്രൽ fx ds k ഈസ് കോൺസ്റ്റൻറ്റ്. ഇൻ്റഗ്രൽ fx പ്ലസ് ഓർ മൈനസ് gx dx ഇൻ്റഗ്രൽ fx dx പ്ലസ് ഓർ മൈനസ് ഇൻ്റഗ്രൽ gx ds. ഇനിയുള്ള 4 ഫോർമുല ഡിഫറൻഷ്യലും ഒപ്പം തന്നെ അതിൻ്റെ തന്നെ ഇൻ്റഗ്രലും. ആൻസറുകൾ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. d/dx ഓഫ് tan x c സ്ക്വയർ എക്സ് ആണല്ലോ. ഇൻ്റഗ്രൽ tan x dx ലോഗ് മോഡ് sec x പ്ലസ് c ഓർ മൈനസ് ലോഗ് മോഡ് cos x പ്ലസ് c. d/dx ഓഫ് cot x മൈനസ് cosec സ്ക്വയർ എക്സ് ഇൻ്റഗ്രൽ cot x dx ലോഗ് മോഡ് sin x പ്ലസ് c. d/dx ഓഫ് sec x tan x ഇൻ്റഗ്രൽ sec x dx ലോഗ് മോഡ് sec x പ്ലസ് tan x പ്ലസ് c. d/dx ഓഫ് cosec x മൈനസ് cosec x cot x ഇൻ്റഗ്രൽ cosec x dx
ലോഗ് മോഡ് കൊസീക്കസ് മൈനസ് കോട്ടെക്സ് പ്ലസ് സി. ഇനി ഉള്ളത് ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും പരസ്പരം മാറി മാറി എന്ന് വെച്ചാൽ ഡിഫറൻസിയേഷൻ്റെ ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രേഷൻ്റെ ആൻസർ, ആ രീതിയിലുള്ളത്. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് 1/√1 മൈനസ് എസ് സ്ക്വയർ ഇൻ്റഗ്രൽ 1/√1 മൈനസ് എസ് സ്ക്വയർ ഡി എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി ഓർ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് 1/x into root of x square minus 1 integral 1/x into root of x square minus 1 dx sec inverse x plus c or minus cosec inverse x plus c. d by dx of tan inverse x 1/1 plus s square integral 1/1 plus s square dx tan inverse x plus c or minus cot inverse x plus c. ഇനി നമുക്ക് ശരിക്കും പറഞ്ഞു പഠിക്കേണ്ട 9 ഫോർമുലയാണ്. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞ് നിങ്ങളെ പഠിപ്പിച്ചതാണ്. ഇൻ്റഗ്രൽ 1/x² മൈനസ് എ സ്ക്വയർ ഡി എക്സ് 1/2a ലോഗ് മോഡ് എക്സ് മൈനസ് എ ബൈ എക്സ് പ്ലസ് എ പ്ലസ് സി. ഇതൊക്കെ ആദ്യമേ പറഞ്ഞു തന്നാണ്. ഇതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എക്സ് മൈനസ് എ ഇൻറ്റു എസ് പ്ലസ് എ എന്ന് ഓർക്കുക. അതിൽ എസ് മൈനസ് എ മുകളിൽ എസ് പ്ലസ് എ താഴെ. ഇൻ്റഗ്രൽ 1/a² മൈനസ് എസ് സ്ക്വയർ ഡി എക്സ്, അവിടെയും ഇതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എ പ്ലസ് എക്സ് ഇൻറ്റു എ മൈനസ് എക്സ് എന്ന് ഓർക്കുക. പ്ലസിൻ്റെ ടേം ആദ്യം പറയുക, എന്നിട്ട് അത് മുകളിൽ കൊടുക്കുക, മറ്റേത് താഴെ പറയുക. അപ്പോൾ ഇൻ്റഗ്രൽ 1/a² മൈനസ് എസ് സ്ക്വയർ ഡി എക്സ് 1/2a ലോഗ് മോഡ് എ പ്ലസ് എക്സ് ബൈ എ മൈനസ് എക്സ് പ്ലസ് സി. ഇൻ്റഗ്രൽ 1/a² പ്ലസ് എസ് സ്ക്വയർ ഡി എക്സ്, ഇത് നേരെ തിരിച്ച് ഇൻ്റഗ്രൽ 1/x² പ്ലസ് a² ഡി എക്സ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. 1/a ടാൻ ഇൻവേഴ്സ് എസ് ബൈ എ പ്ലസ് സി. ഇനി ഈ മോളിൽ പറഞ്ഞ 3 ഫോർമുല ഡിനോമിനേറ്റർ റൂട്ട് ഇട്ട് വന്നതാണ്. ഇൻ്റഗ്രൽ 1/√x² മൈനസ് a² ഡി എക്സ് ലോഗ് മോഡ് എക്സ് പ്ലസ് √x² മൈനസ് a² പ്ലസ് സി. ലോഗ് മോഡ് എക്സ് പ്ലസ് √x² മൈനസ് a² പ്ലസ് സി. ഇൻ്റഗ്രൽ 1/√a² മൈനസ് a² ഡി എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. ഇൻ്റഗ്രൽ 1/√a² പ്ലസ് a² ഡി എക്സ് ലോഗ് മോഡ് എക്സ് പ്ലസ് √a² പ്ലസ് a² പ്ലസ് സി. ഒന്നോടെ ഇൻ്റഗ്രൽ 1/√x² മൈനസ് a² ഡി എക്സ് ലോഗ് മോഡ് എക്സ് പ്ലസ് √x² മൈനസ് a² പ്ലസ് സി. ഇൻ്റഗ്രൽ 1/√a² മൈനസ് a² ഡി എക്സ് സൈൻ ഇൻവേഴ്സ് എസ് ബൈ എ പ്ലസ് സി. ഇൻ്റഗ്രൽ 1/√a² പ്ലസ് x² ഡി എക്സ് ലോഗ് മോഡ് എക്സ് പ്ലസ് √a² പ്ലസ് a² പ്ലസ് സി. ഇൻ്റഗ്രൽ √x² മൈനസ് a² ഡി എക്സ്, അത് ഇച്ചിരി നീളമുള്ള ഫോർമുലയാണ്. s/2 എല്ലാത്തിലും ആഡ് ചെയ്യുക. പിന്നെ അതാത് റൂട്ട് അതിൻ്റെ കൂടെ ഇൻറ്റു ആയിട്ട് വരുന്നു. പിന്നെ a² സൈൻ വെച്ച് ഇവിടെ മൈനസ് a²/2, ഇവിടെ പ്ലസ് a²/2, ഇവിടെയും പ്ലസ് a²/2. പിന്നെ ഈ ഫോർമുലയിൽ വന്ന കാര്യങ്ങൾ ഓരോന്നും അതാതിൻ്റെ നേരെ കൂട്ടുക, a²/2ൻ്റെ കൂടെ ഗുണിക്കുക. അങ്ങനെ തന്നെ അത് ഓർത്തിരിക്കണം. ഇൻ്റഗ്രൽ √x² മൈനസ് a² ഡി എക്സ് x/2 √x² മൈനസ് a² മൈനസ് a²/2 ലോഗ് മോഡ് എക്സ് പ്ലസ് √x² മൈനസ് a² പ്ലസ് സി. ഇൻ്റഗ്രൽ √a² മൈനസ് a² ഡി എക്സ് s/2 √a² മൈനസ് a² പ്ലസ് a²/2 സൈൻ ഇൻവേഴ്സ് എസ് ബൈ എ പ്ലസ് സി. ഇൻ്റഗ്രൽ √a² പ്ലസ് a² ഡി എക്സ് s/2 √a² പ്ലസ് a² പ്ലസ് a²/2 ലോഗ് മോഡ് എക്സ് പ്ലസ് √a² പ്ലസ് a² പ്ലസ് സി. ഇനിയുള്ള ഫോർമുല നിസ്സാരപ്പെട്ട കുറച്ച് ഫോർമുലകൾ നമ്മൾ എങ്ങനെയെങ്കിലും പഠിച്ചു വയ്ക്കണം. ഇൻ്റഗ്രൽ 1 ഡി എക്സ് ഇൻ്റഗ്രൽ ഡി എക്സ് എക്സ് പ്ലസ് സി. ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് s²/2 പ്ലസ് സി. ഇൻ്റഗ്രൽ s² ഡി എക്സ് s³ പ്ലസ് സി. ഇൻ്റഗ്രൽ √x ഡി എക്സ് 2/3 x⁻³ പ്ലസ് സി. ഇൻ്റഗ്രൽ √s ഡി എക്സ് എന്താണ്? 2/3 x⁻³ പ്ലസ് സി. ഇൻ്റഗ്രൽ 1/√s ഡി എക്സ് എന്താണ്?
2 root x plus c. Integral 1 by root s ds 2 root x plus c. Integral root s ds 2 by 3 x raised to 3 by 2 plus c. Integral 1 by x square dx minus 1 by x plus c. Integral log s dx x log s minus x plus c. Integral mod x dx x mod x by 2 plus c. Integral 1 dx, integral dx x plus c, integral x dx s square by 2 plus c, integral x square dx s cube by 3 plus c, integral root s ds 2 by 3 x raised to 3 by 2 plus c, integral 1 by root s ds 2 root x plus c, integral 1 by x square dx minus 1 by x plus c, integral log s dx x log s minus x plus c, integral mod x dx x mod x by 2 plus c. Methods of integration 3 എണ്ണമാണ്. Integration by substitution, integration using partial fraction, integration by parts. ഇത് t എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ വഴി ചെയ്യുന്നത്. ഇത് കോഷ്യൻ്റ് റൂളിന് പകരമായിട്ട് ഡിഫറൻസിയേഷനിലെ കോഷ്യൻ്റ് റൂളിന് പകരമായിട്ട് ഇൻ്റഗ്രേഷനിൽ അത് പാർഷ്യൽ ഫ്രാക്ഷനാണ്. എന്ന് വെച്ചാൽ ഡിവിഷൻ വരുന്നിടത്ത് കോഷ്യൻ്റെ രൂപത്തിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. ഇത് ഡിഫറൻസിയേഷനിലെ പ്രൊഡക്റ്റ് റൂളിന് പകരമായിട്ട് പ്രൊഡക്റ്റായിട്ട് കിടക്കുന്നതിൻ്റെ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഇനി പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ വന്നാൽ ക്യാപിറ്റൽ എക്സ് ആയിട്ട് എടുക്കണം. ഉദാഹരണമായിട്ട് ഇൻ്റഗ്രൽ സൈൻ 2s പ്ലസ് ടി ഡി എക്സ്. ഇത് വെറും എക്സിൻ്റെ സ്ഥാനത്ത് ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ 2s പ്ലസ് ടി വന്നപ്പോൾ അത് ക്യാപിറ്റൽ എക്സ് ആയിട്ട് പരിഗണിക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ ക്യാപിറ്റൽ എക്സ് ഇട്ട് വായിക്കുക. അതുപോലെ ആൻസർ ക്യാപിറ്റൽ എക്സ് ഇട്ട് പറയുക. എന്താണോ ക്യാപിറ്റൽ എക്സ് അതിൻ്റെ ഡിഫറൻഷ്യൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഇൻ്റഗ്രൽ സൈൻ 2s പ്ലസ് ടി ഡി എക്സ് ക്യാപിറ്റൽ എക്സ് ആയിട്ട് 2s പ്ലസ് ടി എടുക്കുമ്പോൾ ക്വസ്റ്റ്യൻ മാറ്റി വായിക്കുമ്പോൾ എന്താണ്? സൈൻ ക്യാപിറ്റൽ എക്സ്, സൈൻ ക്യാപിറ്റൽ എക്സ്. സൈൻ ക്യാപിറ്റൽ എക്സിൻ്റെ ഡിഫറൻഷ്യൽ എന്നാ? ഡിഫറൻഷ്യൽ അല്ലല്ലോ, ഇൻ്റഗ്രൽ. നമുക്ക് സൈൻ്റെ ഡിഫറൻഷ്യൽ ഓർക്കാം. സൈൻ്റെ ഡിഫറൻഷ്യൽ കോസ് സൈൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ്. അപ്പം മൈനസ് കോസ് ക്യാപിറ്റൽ എക്സ്, മൈനസ് കോസ് ക്യാപിറ്റൽ എക്സ് എന്ന് പറയുമ്പോൾ 2s പ്ലസ് ടി എന്ന് എഴുതണം. എന്ത് ക്യാപിറ്റൽ എക്സ് എടുക്കുന്നോ അതിൻ്റെ ഡിഫറൻഷ്യൽ കാണുക. അത് 2 × 1 + 0, അതായത് 2. ആ 2 കൊണ്ട് മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യുക. ഇവിടെ ഒരു പ്ലസ് സി കൊടുക്കാനുണ്ട്, ഞാൻ വിട്ടുപോയി. ഏതൊരു ഇൻ്റഗ്രേഷൻ ഒരു പ്ലസ് സി നമ്മൾ കൊടുക്കില്ലേ? അപ്പം -1/2 കോസ് ഓഫ് 2x + 3 + c. ഇവിടെ ഒരു പ്ലസ് സി എന്ത് ഇടാത്തതെന്നൊരു പിടി കിട്ടുന്നില്ലോ. ഇവിടെ ഒരു പ്ലസ് സി നമ്മൾ കൊടുക്കണം, ഇവിടെയും കൊടുക്കണം പ്ലസ് സി, ഇവിടെയും പ്ലസ് സി. -1/2 കോസ് ഓഫ് 2s + 3 + c. അതായത് ഇപ്പോൾ പറഞ്ഞ ഈ കാര്യം ഇത്രയേ ഉള്ളൂ. ഇൻ്റഗ്രൽ സ്മോൾ എഫ് എക്സ് ഡി എസ് ക്യാപിറ്റൽ എഫ് എക്സ് പ്ലസ് സി ആണെങ്കിൽ ഇൻ്റഗ്രൽ സ്മോൾ എഫ് ഓഫ് എ എസ് പ്ലസ് ബി ഡി എക്സ്, അതായത് ഈ എക്സിൻ്റെ സ്ഥാനത്ത് ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ തന്നെ വന്നു എ എസ് പ്ലസ് ബി. അപ്പോൾ ഈ ആൻസറിൽ എക്സിൻ്റെ സ്ഥാനത്ത് ആ വന്ന എ എസ് പ്ലസ് ബി ഇട്ട് തന്നെ ആൻസർ പറയാം, ക്യാപിറ്റൽ എഫ് ഓഫ് എ എസ് പ്ലസ് ബി. പക്ഷേ ഒരു കാര്യം മാത്രം, ഇതിൻ്റെ ഡിഫറൻഷ്യൽ കൊണ്ട് ഹരിക്കണം. എ എക്സ് പ്ലസ് ബിയുടെ ഡിഫറൻഷ്യലാണ് a × 1 + 0 എന്ന് വെച്ചാൽ എ. ആ എ കൊണ്ട് ഈ മൊത്തം ആൻസറിനെ ഡിവൈഡ് ചെയ്യണം, പ്ലസ് സി. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ ടി എടുക്കുവാണ്, എന്നിട്ട് സൈഡിൽ നമ്മളത് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ക്വസ്റ്റ്യൻ്റെ കുറേ ഭാഗങ്ങൾ നമുക്ക് ടിയിലേക്ക്, കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ എക്സി കിടക്കുന്നത് കംപ്ലീറ്റ് ടിയിലേക്ക് മാറ്റാൻ പറ്റും. അതായത് ഡി എക്സ് ഡി ടി അതും കൂടി മാറ്റി കംപ്ലീറ്റ് ടിയിലേക്ക് മാറ്റി ചെറുതായിട്ട് കണക്ക് വന്ന ആൻസർ എഴുതുന്ന രീതിയാണ് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ വഴി ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ കണക്ക് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ വഴി ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് പിടികിട്ടും. ഇൻ്റഗ്രൽ e⁻tan 1x by 1 + s² dx. ഈ ക്വസ്റ്റ്യനിൽ tan 1x t എടുത്താൽ അത് സൈഡിൽ എഴുതി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1/1 + x² dx എന്നൊരു കാര്യം വരും എന്നുള്ളത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ പിടുത്തം കിട്ടുന്നത് കൊണ്ടാണ്
നമ്മൾ ഈ പ്രോബ്ലം സബ്സ്റ്റിറ്റ്യൂഷൻ വഴി ചെയ്യാൻ തീരുമാനിക്കുന്നത്. അത് കുറച്ചും കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തീരുമാനം എടുക്കാൻ പറ്റും. പുട്ട് ടാൻ ഇൻവേഴ്സ് എക്സ് ടി ഡിഫറൻഷിയേറ്റ്, രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ്, ഒരു ഇക്വേഷനാണിത്, സമമായിട്ട് എഴുതിയേക്കുന്നു. സമമായിട്ട് എഴുതുന്ന ഒരു ഇക്വേഷൻ്റെ രണ്ട് സൈഡും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡിഫറൻസിയേഷൻ. എൽ എച്ച് എസും ചെയ്യുന്നു, ആർ എച്ച് എസും ചെയ്യുന്നു. എൽ എച്ച് എസ് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ചെയ്യുന്നു, ആർ എച്ച് എസ് വിത്ത് റെസ്പെക്റ്റ് ടു ടി ചെയ്യുന്നു. ഡിഫറൻഷിയേറ്റ്, ടാൻ ഇൻവേഴ്സ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/1 + s² dx, കാരണം ഇത് എക്സിലാണ്. ഈ ടിയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 dt, ഇവിടെ ഒരു 1 ഇടാൻ വേണമെങ്കിൽ. അപ്പോൾ ഈ 1/1 + s² dx എന്ന് പറയുന്നത് ഈ കിടക്കുന്നതാണ്. അതിന് പകരം നമുക്ക് dt കൊടുക്കാം, ഇതിന് പകരം e⁻t കൊടുക്കാം. ഇൻ്റഗ്രൽ e⁻t dt. അങ്ങനെ ആൻസർ എന്ത് കിട്ടി? e⁻t + c. നമുക്ക് ടി മാറ്റി എഴുതാം, e⁻tan ഇൻവേഴ്സ് എക്സ് + c. അങ്ങനെ നമുക്ക് കണക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും സബ്സ്റ്റിറ്റ്യൂഷൻ വഴി. പിന്നെയുള്ള രണ്ട് ഫോർമുല, ഡിനോമിനേറ്ററിൻ്റെ കൃത്യം ഡിഫറൻഷ്യൽ മോളിൽ വന്നാൽ അങ്ങനെ ഒരു ഇൻ്റഗ്രേഷൻ്റെ ആൻസർ ലോഗ് മോഡ് ഡിനോമിനേറ്റർ + c. ഇൻ്റഗ്രൽ f'(x/fx) dx ലോഗ് മോഡ് fx + c. എക്സാമ്പിൾ, ഇൻ്റഗ്രൽ cos(s/sin(s) ds. ഡിനോമിനേറ്റർ കിടക്കുന്നത് സൈനസിൻ്റെ കൃത്യം ഡിഫറൻഷ്യൽ cos c വരുമ്പോൾ ആ ഇൻ്റഗ്രേഷൻ്റെ ആൻസർ ലോഗ് മോഡ് sin x + c. ഡിനോമിനേറ്ററിൽ റൂട്ടിനകത്ത് കിടക്കുന്നതിൻ്റെ ഡിഫറൻഷ്യൽ മോളിൽ വന്നാൽ 2√fx + c. 2 ഡിനോമിനേറ്റർ 2 × ഡിനോമിനേറ്റർ + c, 2√fx + c. ഇൻ്റഗ്രൽ f'(x/√fx) dx. ഇൻ്റഗ്രൽ f'(x/√fx) dx 2√fx + c. എക്സാമ്പിൾ, ഇൻ്റഗ്രൽ 4x/√2x² dx. ഈ റൂട്ടിനകത്ത് കിടക്കുന്ന 2x²ൻ്റെ ഡിഫറൻഷ്യലാണ് 2 × 2x, അതായത് ഈ 4x. അപ്പോൾ റൂട്ടിനകത്ത് കിടക്കുന്നതിൻ്റെ ഡിഫറൻഷ്യൽ ന്യൂമറേറ്ററിൽ വന്നാൽ ആ ഇൻ്റഗ്രേഷൻ്റെ ആൻസറാണ് 2 × ഈ റൂട്ട് 2√2x² + c. ഇനി ഇൻ്റഗ്രൽസ് ഓഫ് ദി ഫോം 1/2 ഡിഗ്രി, 1/റൂട്ടിനകത്ത് സെക്കൻഡ് ഡിഗ്രി, ഇങ്ങനെ രണ്ട് ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രൽ 1/2 ഡിഗ്രി, ഇൻ്റഗ്രൽ 1/2s² + 12x + 4 dx. 2s² + 12x + 4 = അങ്ങനെ വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 1/2 ഡിഗ്രി, 1/റൂട്ടിനകത്ത് സെക്കൻഡ് ഡിഗ്രി വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് s²ൻ്റെ കോയിഫിഷ്യൻ്റ് പോസിറ്റീവ് ഒന്നാകത്തക്ക വിധം ആ സെക്കൻഡ് ഡിഗ്രി മാത്രം എടുത്ത് ഇങ്ങനെ അതിൻ്റെ രൂപം മാറ്റി രണ്ട് സ്ക്വയറുകളുടെ സമ്മായിട്ടോ ഡിഫറൻസ് ആയിട്ടോ, രണ്ട് സ്ക്വയറുകളുടെ സമ്മായിട്ടോ ഡിഫറൻസ് ആയിട്ടോ അതിനെ മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ 2s² + 12x + 4 = പിന്നെ ചെയ്യേണ്ടത് s²ൻ്റെ കോയിഫിഷ്യൻ്റ് പോസിറ്റീവ് ഒന്നാക്കുവാണ്. അതിന് 2 പുറത്തെടുത്തു. അപ്പോൾ ബ്രാക്കറ്റിൽ എന്തൊക്കെ വരും? x² + 6x + 2. 2 × ഈ സെക്കൻഡ് ഡിഗ്രിയെ നമുക്ക് സ്ക്വയറിൻ്റെ രൂപത്തിൽ മാറ്റാൻ വേണ്ടി എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് പകുതി വെച്ചാണ് അത് ചെയ്യുന്നത്. അപ്പോൾ 6 + 6ൻ്റെ പകുതി +2 ഇട്ട് x + 3² അപ്പോൾ നമുക്ക് x² വന്നിട്ടുണ്ട്, 2ab ടേമായിട്ട് 6x വന്നിട്ടുണ്ട്, ഇവിടം വരെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു 9 വരും. ആ 9 നമുക്ക് വേണ്ട, -9 ഇട്ടത് കളയുക. +2 = 2 × x + t² - 7 = 2 × x + t² - √7². അത് നമ്മുടെ ഈ ക്വസ്റ്റ്യനിലേക്ക് കൊണ്ടെഴുതുക. ഈ ഡിനോമിനേറ്ററിന് പകരം 1/2, ഈ 2 ആണത് പുറത്തെടുത്ത് 1/s + t² - √7² dx. അങ്ങനെ ഈ ക്വസ്റ്റ്യനെ നമ്മൾ ഇങ്ങനെയാക്കി വെച്ചു. ഇനി ഇതിന് പറ്റുന്ന ഫോർമുല ഇതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ഇൻ്റഗ്രൽ 1/x² - a² dx 1/2a ലോഗ് മോഡ് x - a/s + a + c. പക്ഷേ ഈ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് അല്ല കിടക്കുന്നത്, s + t² ആണ്. അപ്പോൾ x²ൻ്റെ സ്ഥാനത്ത് s + t², അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് s + t. ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ വന്നാൽ ക്യാപിറ്റൽ X പരിഗണിക്കണം, അതിങ്ങനെ വട്ടം വരയ്ക്കണം.
ക്യാപിറ്റൽ എക്സ് ആയിട്ട് എസ് പ്ലസ് ടി പരിഗണിക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ മാറ്റി വയ്ക്കുക. 1/2 ആ പുറത്ത് കിടന്നോളും. ഇൻ്റഗ്രൽ 1 ക്യാപിറ്റൽ എക്സ് സ്ക്വയർ മൈനസ് √7 സ്ക്വയർ ഡി എക്സ്. അപ്പോൾ എന്താണ് ആൻസർ? 1/2 എയുടെ സ്ഥാനത്ത് √7. 1/2 √7 ലോഗ് മോഡ് ക്യാപിറ്റൽ എക്സ് മൈനസ് എ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതേണ്ടത് എക്സ് പ്ലസ് ടി മൈനസ് √7 ബൈ ക്യാപിറ്റൽ എക്സ് പ്ലസ് എ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതേണ്ടത് എക്സ് പ്ലസ് ടി പ്ലസ് √7 മൊത്തം ബൈ 1. ഈ 1 എവിടെ നിന്ന് വെച്ചാൽ എന്താണോ ക്യാപിറ്റൽ എസ് പരിഗണിക്കുന്നത് അതിൻ്റെ ഡിഫറൻഷ്യൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ട്. ഇതിൻ്റെ ഡിഫറൻഷ്യലാണ് 1 + 0, അതായത് 1 പ്ലസ് സി. നമ്മൾ ആ സിയിലേക്ക് മാത്രമേ ഹരണം കൊടുക്കാത്തുള്ളൂ, ബാക്കി എല്ലായിടത്തും വരും. 1/4 √7 ലോഗ് മോഡ് എക്സ് പ്ലസ് ടി മൈനസ് √7 ബൈ എസ് പ്ലസ് ടി പ്ലസ് √7 പ്ലസ് സി എന്ന് കിട്ടി. ഇനി ഇൻ്റഗ്രൽ 1 റൂട്ടിനകത്താണ് ഈ ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ ഇത് റൂട്ടൊന്നും ഇടണ്ട, ആ സെക്കൻഡ് ഡിഗ്രി തന്നെ സൈഡിലേക്ക് എഴുതി 2 പുറത്തെടുത്ത് ഈ രൂപം തന്നെ നമ്മൾ ഉണ്ടാക്കും. എന്നിട്ട് ഇങ്ങോട്ട് എഴുതുമ്പോൾ 2-നും റൂട്ട് വരും. റൂട്ടിലായതെങ്കിൽ ഈ 2-നും റൂട്ട് വരുമല്ലോ, കംപ്ലീറ്റ് അല്ലേ റൂട്ടിൽ വരുന്നത്. അപ്പോൾ 2-നും വരും, പിന്നെ ഇതും റൂട്ടിൽ വരും കംപ്ലീറ്റ്. അപ്പോൾ നമ്മുടെ ഈ ഫോർമുല ഏതാ? ഇൻ്റഗ്രൽ 1 റൂട്ടിനകത്ത് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ്. അങ്ങനെ ഒരു ഫോർമുല നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. ഇൻ്റഗ്രൽ 1 റൂട്ടിനകത്ത് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ് ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് സി. ആ ഫോർമുല വെച്ച് നമ്മൾ ഇതിൻ്റെ ആൻസർ എഴുതും, അത്രയേ ഉള്ളൂ. ക്യാപിറ്റൽ എക്സ് അവിടെയും പരിഗണിക്കും. ക്യാപിറ്റൽ എക്സ് ആയിട്ട് പരിഗണിച്ചതിൻ്റെ ഡിഫറൻഷ്യൽ കൊണ്ട് ഹരിക്കും. ഇനി ഇൻ്റഗ്രൽ ഫസ്റ്റ് ഡിഗ്രി മുകളിൽ സെക്കൻഡ് ഡിഗ്രി താഴെ, ഇൻ്റഗ്രൽ ഫസ്റ്റ് ഡിഗ്രി മുകളിൽ റൂട്ടിനകത്ത് സെക്കൻഡ് ഡിഗ്രി, ഇങ്ങനെ 2 കാര്യങ്ങൾ വന്നാൽ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം? ഈ ഒറ്റ കാര്യം ഓർത്താൽ മതി. ഈ ന്യൂമറേറ്ററിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നുള്ളൂ. അതിന് ഇത് മാത്രം ഓർത്താൽ മതി. എക്സ് പ്ലസ് ന്യൂമറേറ്റർ സമം ക്യാപിറ്റൽ എ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡിനോമിനേറ്റർ പ്ലസ് ബി. റൂട്ടിൽ വന്നാലും അങ്ങനെ തന്നെ. റൂട്ടല്ല ഇവിടെ കൊടുക്കുന്നത്, റൂട്ടില്ലാത്തത് എടുത്താൽ മതി. ഈ റൂട്ട് വന്നാലും എസ് പ്ലസ് ന്യൂമറേറ്റർ സമം ക്യാപിറ്റൽ എ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡിനോമിനേറ്റർ പ്ലസ് ബി. അപ്പോൾ പി എസ് പ്ലസ് ക്യൂ സമം ക്യാപിറ്റൽ എ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി പ്ലസ് ബി. അപ്പോൾ പി എസ് പ്ലസ് ക്യൂ സമം എ ഇൻറ്റു ക്യാപിറ്റൽ എ ഇൻറ്റു സ്മോൾ എ ഇൻറ്റു 2x, അതാണല്ലോ 2ax പ്ലസ് ബി ഇൻറ്റു 1 ബി പ്ലസ് ബി. ഇനി എക്സ് ക്യാപിറ്റൽ എയുടെയും ബിയുടെയും വില കിട്ടാൻ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് കോൺസ്റ്റൻറ്റും 2 സൈഡും തുല്യപ്പെടുത്തുക. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് തുല്യപ്പെടുത്തുമ്പോൾ ഇവിടെ പി, ഇവിടെ 2a ഇൻറ്റു ക്യാപിറ്റൽ എ. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ എയുടെ വില കിട്ടും. കോൺസ്റ്റൻറ്റ് തുല്യപ്പെടുത്തുമ്പോൾ എൽ എച്ച് എസിൽ ക്യൂ, ആർ എച്ച് എസിൽ ക്യാപിറ്റൽ എ ഇൻറ്റു സ്മോൾ ബി പ്ലസ് ക്യാപിറ്റൽ ബി. അങ്ങനെ എയുടെ വില അതിൽ കൊടുത്ത് ബിയും കിട്ടും. എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിൻ്റെ ഈ പി എസ് പ്ലസ് ക്യൂ എന്ന ആ രൂപത്തിന് നമുക്ക് കിട്ടുന്ന എയും ബിയും വിലയിട്ട് നമുക്ക് അതിൻ്റെ ഷേപ്പ് മാറ്റി ഇങ്ങനെ എഴുതാം. ഇങ്ങനെ ഷേപ്പ് മാറ്റി എഴുതുമ്പോൾ ആ ഇൻ്റഗ്രേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിലേക്ക് വരും. എന്ന് വെച്ചാൽ ഇൻ്റഗ്രേഷൻ ഇങ്ങനെ 2 ആക്കി തിരിക്കും. ഇങ്ങനെ 2 ആക്കി തിരിക്കുമ്പോൾ കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കുകയും കൂടെ ചെയ്തുകൊണ്ടിരിക്കും ഓരോന്നിലും. അപ്പോൾ ക്യാപിറ്റൽ എ പുറത്ത് ഇൻ്റഗ്രൽ 2as പ്ലസ് ബി ബൈ എ സ്ക്വയർ പ്ലസ് ബി എസ് പ്ലസ് സി ഡി എക്സ്. ഒരു പ്രോബ്ലത്തിൽ വരുമ്പോൾ ക്യാപിറ്റൽ എ ഒരു സംഖ്യ ആയിരിക്കും, ക്യാപിറ്റൽ ബി ഒരു സംഖ്യ ആയിരിക്കും. പ്ലസ് ഇത് ബൈ ഇത് ചെയ്യുമ്പോൾ ബി പുറത്ത് ഇൻ്റഗ്രൽ 1 ഈ സെക്കൻഡ് ഡിഗ്രി ഡി എക്സ്. ഈ ഇൻ്റഗ്രേഷൻ്റെ പ്രത്യേകത എന്നാ നിങ്ങൾ നോക്കിയേ, ഡിനോമിനേറ്ററിൻ്റെ കൃത്യം ഡിഫറൻഷ്യൽ മോഡിൽ. അപ്പോൾ ചുമ്മാ ലോഗ് മോഡ് താഴത്തേന്ന് ആൻസർ എഴുതിയാൽ പോരെ. ഇത് 1 സെക്കൻഡ് ഡിഗ്രി, 1 സെക്കൻഡ് ഡിഗ്രി വരുന്നതല്ലേ ഇങ്ങനെ നമ്മൾ മാറ്റിയെടുത്ത് ഫോർമുല വെച്ച് ഉത്തരം എഴുതുമെന്ന് പറയണത്. അപ്പോൾ നമുക്ക് ഇതും എഴുതാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഈ രൂപത്തിലുള്ള കണക്കുകൾ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ കൂട്ടത്തിൽ പഠിക്കുന്നത് ഫസ്റ്റ് ഡിഗ്രി ബൈ റൂട്ടിനകത്ത് സെക്കൻഡ് ഡിഗ്രി അല്ലേ. റൂട്ടിനകത്ത് സെക്കൻഡ് ഡിഗ്രി വന്നാൽ ഇവിടെ റൂട്ടിൽ സെക്കൻഡ് ഡിഗ്രി വരുമ്പോൾ ഇവിടെ റൂട്ട് വരുമെന്നേ ഉള്ളൂ. അപ്പോൾ ആ റൂട്ട് ഇവിടെയും വരും ഇവിടെയും വരും, വേറൊരു വ്യത്യാസവും ഇല്ല. റൂട്ടിനകത്ത് കിടക്കുന്നതിൻ്റെ ഡിഫറൻഷ്യൽ മോളിൽ വന്നാൽ 2 റൂട്ട് താഴത്തെ നിന്ന് എഴുതിയാൽ മതി എന്നല്ലേ ഇൻ്റഗ്രേഷനിൽ പഠിച്ചേക്കണത്. അങ്ങനെ അതിൻ്റെ ഉത്തരവും 1 റൂട്ടിനകത്ത് സെക്കൻഡ് ഡിഗ്രി വന്നാൽ
ഈ പഠിച്ച പോലെ തന്നെ 1/√നകത്ത് സെക്കൻഡ് ഡിഗ്രി നമ്മൾ അതിൻ്റെ ഫോർമുലയിലേക്ക് മാറ്റിയെടുത്ത് നമ്മൾ ചെയ്യും. ഇതുപോലെ തന്നെ മാറ്റിയെടുത്തിട്ട് റൂട്ടിട്ട് 1/√നകത്ത് ഇങ്ങനെ വരുന്ന ഫോർമുല ഉണ്ട്, ആ ഫോർമുല വെച്ച് ഉത്തരം എഴുതും. അത്രയേ ഉള്ളൂ. പ്രോബ്ലം ചെയ്യുമ്പോൾ അത് കൃത്യം മനസ്സിലാവും. ഇത്രയുമാണ് കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ചത്. ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒരു ചെറിയ കാര്യം മാത്രം. ഇനി നമ്മൾ പഠിച്ചില്ലേ, ഇൻ്റഗ്രേഷൻ 3 രീതിയിലാണ്. പാർഷ്യൽ ഫ്രാക്ഷൻ എന്നൊരു കാര്യം നമുക്കുണ്ടെന്ന്. അതായത് ഈ ഡിനോമിനേറ്റർ, ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ, അതായത് കോഷ്യൻ്റ് ഹരണം വരുന്നിടത്താണ് പാർഷ്യൽ ഫ്രാക്ഷൻ. പാർഷ്യൽ ഫ്രാക്ഷൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ പോണത്. അത് ഇത്രയേ ഉള്ളൂ. റാഷണൽ ഫംഗ്ഷൻ, ഭിന്നസംഖ്യാ രൂപത്തിലുള്ള ഫംഗ്ഷൻ, അതായത് ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ px/qx അങ്ങനെ വരുന്നതിൽ ഡിഗ്രി ഓഫ് px, ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി ലെസ് ദാൻ ഡിഗ്രി ഓഫ് qx, ലെസ് ദാൻ ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി ആണെങ്കിൽ ആ റാഷണൽ ഫംഗ്ഷൻ പ്രോപ്പറാണ്. അപ്പോൾ ഒരു ഭിന്നസംഖ്യാ രൂപത്തിലുള്ള ഒരു ഫംഗ്ഷൻ പ്രോപ്പർ എന്നറിയപ്പെടണമെങ്കിൽ മുകളിൽ ഡിഗ്രി കുറഞ്ഞിരിക്കണം, താഴെ ഡിഗ്രി കൂടിയിരിക്കണം. മുകളിലും താഴെയും ഒരേ ഡിഗ്രി വരാനും പാടില്ല, മുകളിലത്തെ ഡിഗ്രി കൂടിയിരിക്കാനും പാടില്ല. മുകളിൽ സെക്കൻഡ് ഡിഗ്രി വന്നാൽ താഴെ തേർഡ് ഡിഗ്രി എങ്കിലും വരണം. മുകളിൽ ഫസ്റ്റ് ഡിഗ്രി വരുമ്പോൾ താഴെ സെക്കൻഡ് ഡിഗ്രി എങ്കിലും വരണം. മുകളിൽ ഫസ്റ്റ് ഡിഗ്രി വരുമ്പോൾ താഴെ സെക്കൻഡ് ഡിഗ്രിയോ തേർഡ് ഡിഗ്രിയോ ഫോർത്ത് ഡിഗ്രിയോ ഏതും വരാം. മുകളിലത്തേനേക്കാൾ ഡിഗ്രി കൂടിയിരിക്കണം താഴെ, അല്ലെങ്കിൽ മുകളിലത്തേൻ്റെ ഡിഗ്രി താഴത്തേൻ്റെ ഡിഗ്രിയേക്കാൾ കുറഞ്ഞിരിക്കണം. രണ്ടിനും ഒപ്പം ഡിഗ്രി വരാനും പാടില്ല. അങ്ങനെ നേരായ രീതിയിൽ ഒരു റാഷണൽ ഫംഗ്ഷൻ ഇരിക്കുമ്പോഴാണ് അതിനെ പ്രോപ്പർ എന്ന് വിളിക്കുന്നത്. നേരായ രീതിയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി കുറഞ്ഞിരിക്കണം. അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് ഇംപ്രോപ്പർ. ഇംപ്രോപ്പർ എന്നല്ലെങ്കിൽ അറിയപ്പെടും. ഇംപ്രോപ്പറിനെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പ്രോപ്പറാക്കി മാറ്റണം, ഹരിച്ചുകൊണ്ട്, ബൈ ഡിവിഷൻ. ഡിവിഷൻ വഴി അത് ഹരിക്കണം. ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഹരിക്കുമ്പോൾ ഒരു ഹരണഫലം കോഷ്യൻ്റ് പ്ലസ് ഒരു ശിഷ്ടം റിമൈൻഡർ ബൈ ഡിവൈസർ എന്ന രൂപത്തിൽ അത് എഴുതും. അങ്ങനെ എഴുതി ഈ ഭാഗം ഒരു പ്രോപ്പറാക്കി വയ്ക്കും. പിന്നെ ഇതൊരു പൂർണ്ണമായിട്ടുള്ളൊരു ഭാഗമാണല്ലോ. അങ്ങനെ ഒരു ഇംപ്രോപ്പർ റാഷണൽ ഫംഗ്ഷനെ ഡിവിഷൻ വഴി ഒരു പ്രോപ്പറാക്കി നമ്മൾ മാറ്റും. പ്രോപ്പറാക്കി മാറ്റിയിട്ട് വേണം നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാൻ. പാർഷ്യൽ ഫ്രാക്ഷൻ ഡീകമ്പോസിഷൻ ടു ഫൈൻഡ് ഇൻ്റഗ്രൽ ഓഫ് എ പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ ഇൻ്റഗ്രൽ px/qs ds. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണത് ഒരു പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒറ്റ കാര്യം നിങ്ങൾ ഓർക്കുക, ഒരു ഭിന്നസംഖ്യാ രൂപത്തിൽ വരുന്ന ഒരു ഫംഗ്ഷൻ വന്നാൽ ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി കുറഞ്ഞിരിക്കണം. അന്നേരം അത് പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ എന്നറിയപ്പെടും. അല്ലാത്ത റാഷണൽ ഫംഗ്ഷൻ ഇംപ്രോപ്പർ എന്നറിയപ്പെടും. അപ്പോൾ ഇംപ്രോപ്പറിൽ 2 സൈസ് കാര്യങ്ങൾ വരും. മുകളിലും താഴെയും ഒരേ ഡിഗ്രി വരുന്നതും മുകളിൽ ഡിഗ്രി കൂടിക്കിടക്കുന്നതും. ഇത് രണ്ടും വന്നാലും നമുക്ക് ഹരിക്കാൻ പറ്റും. ഹരിക്കുന്ന എങ്ങനെയാണെന്ന് പ്രോബ്ലം വരുമ്പോൾ കൃത്യമായിട്ട് കാണിച്ചു തരും. വെറുതെ ഹരിച്ചാൽ മതി, സംഖ്യ ഹരിക്കും പോലെ തന്നെ. അങ്ങനെ ഹരിച്ചു കഴിയുമ്പോൾ ഒരു കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ ബൈ ഡിവൈസർ എന്ന രൂപത്തിൽ അതിനെ എഴുതാൻ സാധിക്കും. ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ ഇതൊരു പൂർണ്ണമായിട്ടുള്ളൊരു ഭാഗവും ഇതൊരു പ്രോപ്പർ റാഷണൽ ഫംഗ്ഷനുമായിട്ട് കിടക്കും. നമുക്ക് പ്രോപ്പർ റാഷണൽ ഫംഗ്ഷനാണ് വേണ്ടത്. ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ നമുക്ക് വെറുതെ നേരായ രീതിയിൽ ചെയ്യാം, ഡയറക്റ്റ് ചെയ്യാം. ഇതൊരു പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ ഇൻ്റഗ്രേഷൻ പാർഷ്യൽ ഫ്രാക്ഷൻ വഴിയും ചെയ്യാം. അതാണ് പറഞ്ഞു വരുന്നത്. ഇനി പാർഷ്യൽ ഫ്രാക്ഷൻ വഴി എങ്ങനെ ചെയ്യൂ എന്നുള്ളത് അടുത്ത ദിവസം പറഞ്ഞു തരാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാലാണ് നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ വഴി ഇൻ്റഗ്രേഷൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് അതടുത്ത ദിവസം പറയാം. ഈ ഒറ്റ ഫോർമുല, വ്യത്യാസപ്പെട്ടൊരു ഫോർമുല ഇവിടെ കിടപ്പുണ്ട്, ഈ ഒരെണ്ണം മാത്രം. അത് മാത്രം അങ്ങ് പഠിച്ച് ഇന്നത്തെ ക്ലാസ് നിർത്തിയേക്കാം. ഇൻ്റഗ്രൽ e⁻x × fx + f' ds. ക്വസ്റ്റ്യൻ ഡയറക്റ്റായിട്ട് വരും, അല്ലെങ്കിൽ നമുക്ക് ഈ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഒരു e⁻x കാണും അതിനകത്ത്, പിന്നെ ഒരു ഫംഗ്ഷൻ പ്ലസ് അതിൻ്റെ ഡിഫറൻഷ്യൽ, അത് e⁻x കൂടെ ഗുണിക്കുവാണ്. ഫംഗ്ഷൻ പ്ലസ് അതിൻ്റെ ഡിഫറൻഷ്യൽ e⁻x കൂടെ ഗുണിക്കുന്ന രൂപത്തിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വന്നാൽ അതിൻ്റെ ആൻസർ e⁻x fx + c. അത്രയേ ഉള്ളൂ, e⁻x fx + c.
അപ്പോൾ ഇ റൈസ് ടു എക്സിൻ്റെ കൂടെ ഒരു ഫംഗ്ഷൻ പ്ലസ് അതിൻ്റെ ഡിഫറൻഷ്യൽ ഒന്നിച്ച് ഒരു ഫംഗ്ഷനായിട്ട് ഇ റൈസ് ടു എക്സിൻ്റെ കൂടെ ഗുണിക്കുന്ന ഒരു ക്വസ്റ്റിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നാൽ അതിൻ്റെ ആൻസർ എന്താണ്? ഇ റൈസ് ടു എക്സ് എഫ് എക്സ് പ്ലസ് സി. നിങ്ങൾ ഇന്ന് പുതിയതായിട്ട് പഠിച്ചത് എന്താണ് പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ, എന്താണ് ഇംപ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ, ഇംപ്രോപ്പർ വന്നാൽ എന്ത് ചെയ്യണം, അത്രയും മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പ്രോപ്പർ എന്നാന്ന് മനസ്സിലായി, മുകളിൽ ഡിഗ്രി കുറഞ്ഞിരിക്കുക. ഇംപ്രോപ്പർ എന്നാ ഒപ്പം ഡിഗ്രി വരിക, മുകളിലും താഴെയും, അല്ലെങ്കിൽ മുകളിൽ ഡിഗ്രി കൂടിയിരിക്കുക. അത് രണ്ടും ഇംപ്രോപ്പർ. അത് വന്നാൽ എന്ത് ചെയ്യണം? ഹരിച്ച് നമ്മൾ ഒരു ഭാഗം പ്രോപ്പറാക്കി മറ്റേ ഭാഗം നേരെയുള്ള ഒരു ഭാഗമായിട്ടും നമ്മൾ മാറ്റും. അങ്ങനെ ഒരു പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ വന്നു കഴിയുമ്പോൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന രീതിയുടെ പേരാണ് പാർഷ്യൽ ഫ്രാക്ഷൻ. പാർഷ്യൽ ഫ്രാക്ഷൻ ഇങ്ങനെയൊക്കെ ഓരോ രൂപത്തിൽ കിടക്കുന്നതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം എന്ന് കാണിച്ചു തരും. ചുരുക്കി പറഞ്ഞാൽ ഹരണവും ഗുണനവും എല്ലാം കൂടെ വരുമ്പോൾ ഇൻ്റഗ്രേഷൻ ചെയ്യത്തില്ല. അത് പ്ലസ് ഇട്ടോ മൈനസ് ഇട്ടോ മാറ്റി വെച്ചാലേ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ചുരുക്കം. ഗുണനവും ഹരണവും ഇൻ്റഗ്രേഷൻ ചെയ്യത്തില്ല. പ്ലസ്സും മൈനസും ഇട്ട് വന്നാൽ മാത്രമേ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഹരണത്തിൻ്റെ രൂപത്തിൽ കിടക്കുന്നതിനെ നമ്മൾ പ്ലസിൻ്റെ രൂപത്തിലേക്കോ ഇടയ്ക്ക് മൈനസ് ഇട്ടും വരാം, മൈനസിൻ്റെ രൂപത്തിലേക്ക്, ഈ കോൺസ്റ്റൻറ്റ് മൈനസായ ഇടയ്ക്ക് മൈനസ് ആവുമല്ലേ, അങ്ങനെ മാറ്റിയെടുക്കുന്ന രീതിയാണ് പാർഷ്യൽ ഫ്രാക്ഷൻ. അങ്ങനെ മാറ്റിയെടുത്തിട്ട് നമ്മളത് അങ്ങനെ മാറ്റിയെടുക്കും. ആ രീതിയല്ല പാർഷ്യൽ ഫ്രാക്ഷൻ. പ്രോപ്പർ റാഷണൽ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന രീതിയാണ് പാർഷ്യൽ ഫ്രാക്ഷൻ. അപ്പോൾ എന്തിനാ റാഷണൽ ഫംഗ്ഷൻ ഇങ്ങനെ മാറ്റുന്നത്? ഗുണനവും ഹരണവുമായിട്ട് കിടക്കുന്ന ഒരു ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യത്തില്ല. പ്ലസ് ഇട്ടോ മൈനസ് ഇട്ടോ അതിനെ മാറ്റി കഴിഞ്ഞിട്ടേ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റാഷണൽ ഫംഗ്ഷൻ്റെ രീതി അനുസരിച്ച് അതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിച്ചു വയ്ക്കണം. അതാണ് അടുത്ത ദിവസം ഇനി പഠിപ്പിക്കാൻ പോണത്. ഈ സിമ്പിൾ ഫോർമുലയും കൂടി നിങ്ങൾ പഠിച്ചേക്കണം. നമുക്ക് 7 പേജ് ഫോർമുലയാണ്. 7 പേജ് ഫോർമുലയിൽ ഇതൊക്കെ ഒഴിവാക്കിയ ഭാഗമാണ്. ഇനി കുറച്ചും കൂടെ ഫോർമുലയുള്ളൂ. അത്രയും ഫോർമുലയൊന്ന് തറവായി കിട്ടിയാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പമാണ്. ഞാൻ ആദ്യം മുതൽ വായിച്ച പോലെ തുടക്കം മുതലേ വായിച്ചു വരണം. 3 ദിവസമായിട്ട് ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആകെപ്പാടെ ഒരു ചെറിയ ഭാഗം കൂട്ടിച്ചേർത്തു, അതിൻ്റെ ഇടഭാഗം ഇട്ടേക്കുവാണ് അടുത്ത ദിവസം പറഞ്ഞു തരാൻ. അതും കൂടി മാത്രമേ കൂടുതലായിട്ട് പഠിപ്പിച്ചിട്ടുള്ളൂ. എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുത്ത് പഠിക്കണം.